കിച്ചൺ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ട് സാലഡ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 250 ml മെഷറിംഗ് കപ്പിലാണ് പാൽ എടുത്തിരിക്കുന്നത്. മൊത്തം 750 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ പാൽ ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണിത്. ഫോസ്റ്റർ ക്ലക്സിൻ്റെ വാനില കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഷോപ്സിലെല്ലാം അവൈലബിൾ ആണ്. ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചൂടുള്ള പാലിലെല്ലാം കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് എപ്പോഴും പാല് നമ്മൾ ചൂടില്ലാത്തത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായി ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടുന്നതാണ്. ഇത് നന്നായി മിക്സായതിന് ശേഷം ഞാനിവിടെ ഇത് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കണം. ഇതിന് വേണ്ടി ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം എപ്പോഴും പാൽ തിളപ്പിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പാൽ തിളച്ച് പൊങ്ങി മറിയും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പാൽ തിളപ്പിച്ചെടുക്കാൻ. പിന്നെ ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യാൻ കാരണം ഞാനിവിടെ 3 കപ്പ് പാൽ എടുത്തത് കൊണ്ടാണ്. നിങ്ങൾ എടുക്കുന്നത് 1 ഗ്ലാസ് പാൽ കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് കസ്റ്റേർഡ് പൗഡർ കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം. എപ്പോഴും 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ വേണം കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്യാൻ. ഇപ്പോൾ പാൽ ചെറുങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള മധുരം ഈ പഞ്ചസാരയുടെ അളവിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ചേർക്കണം. അതിന് മുൻപായി ഇത് സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. കാരണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് കൊണ്ട് ഇതിൻ്റെ പൗഡർ അടിയിൽ അടിഞ്ഞു കൂടിയിരിക്കും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് ചെറുങ്ങനെയായി ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് തന്നെ നമ്മളൊരു സ്പാറ്റില യൂസ് ചെയ്തുകൊണ്ട് പാലിങ്ങനെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറേശ്ശെ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നതിനനുസരിച്ച് പാലിളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്ന സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം പാലിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് അധികം തിക്ക് ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു കട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമുക്ക് തണിയുന്ന സമയമാവുമ്പോൾ ഇതിനാവശ്യമുള്ള തിക്നെസ് വന്നിട്ടുണ്ടാവും. ഈ കസ്റ്റേർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി തിളവരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഇത് ഗ്യാസിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നന്നായി തണിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് ആവശ്യത്തിനുള്ള തിക്കായി വന്നിട്ടുണ്ട്. ഇത് ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ലിഡ് കൊണ്ട് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ സമയം ഞാനിത് റെഫ്രിജറേറ്ററിലേക്ക് മാറ്റുകയാണ്. ഈ സമയം കൊണ്ട് ഞാനിവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയുടെ പകുതിയും ഒരു അനാറും അല്ല പൊമഗ്രനേറ്റും പിന്നെ ഒരു ആപ്പിള്
പഴം, പച്ചമുന്തിരിങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ. എങ്കിലേ നമ്മുടെ ഫ്രൂട്ട് സാലഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുന്തിരിയെല്ലാം എടുക്കുമ്പോൾ കുറച്ച് ചെറുങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ചേർക്കുക. അതുപോലെ പഴവും ആപ്പിളും എല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സും ഒരു പകുതി അളവിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം, പുളിയുള്ളതൊഴിച്ച്. പിന്നെ ഇതിൽ നട്ട്സ്, പിന്നെ വാൾനട്ടോ ബദാമോ, പിന്നെ കാഷ്യൂ നട്ട്സ് ഇതെല്ലാം നമുക്ക് ചെറുതെ കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രൂട്ട്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കസ്റ്റേർഡ് പൗഡറിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഫ്രൂട്ട് സാലഡായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം ഇത് വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചു തീർക്കുന്നതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്തിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. നല്ല തണുപ്പോട് കൂടി ഇത് കഴിക്കുന്നതാണ് വളരെയധികം ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ, ആവശ്യത്തിന് തിക്കായിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണിത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നന്നായി തണുത്തതിന് ശേഷം ഞാൻ ഇവിടെ പുറത്തെടുത്തിരിക്കുകയാണ്. ഇത് ഒരു ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റി അതിന് മുകളിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീം കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ചുകൂടി ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൂട്ട് സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.